ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള ജനമൈത്രി, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, ഹോസ്ദുർഗ് വികസന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കടപ്പുറത്ത് ജനമൈത്രി സംഗമം നടന്നു. SP S സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. E ചന്ദ്രശേഖരൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആ ദിവസങ്ങളിൽ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുതിർന്ന ആളുകൾ 50, 60, 70, 80 വയസ്സിലെത്തിയവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അവസ്ഥയുണ്ടാകുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. പഴയ തലമുറ ഇങ്ങനെ കണ്ടിട്ടില്ല. വളരെ സമീപകാലത്താണ് നമ്മുടെ സമൂഹത്തിൽ പാടില്ലാത്ത വിധം വർഗീയ ചിന്തകൾക്ക് ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത്. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞത്, നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കണം. പഴയ ആളുകൾ ഇതിനെ അംഗീകരിക്കുന്നില്ല. പുതിയ ആളുകൾ ജീവിക്കുകയും വേണം. അതിനിടയിൽ ഉണ്ടാകുന്ന അപൂർവം ചില ആളുകളുടെ തെറ്റായ ചിന്തയുടെയും ധാരണയുടെയും ഫലമായിട്ട് വന്നു ചേർന്നിട്ടുള്ള സംഘർഷങ്ങളാണ് നമ്മുടെ ഈ മേഖലയെ കലാപ അന്തരീക്ഷമുണ്ടാക്കിയത്. നമ്മുടെ തലമുറകളായി ജീവിക്കുന്ന മനുഷ്യന്, നമ്മുടെ വളരുന്ന തലമുറയെ, കുട്ടികളെ നല്ല നേർവഴിക്ക് നയിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാകണം. നമ്മുടെ കുട്ടികൾക്ക് മാന്യമായ വിദ്യാഭ്യാസം നൽകാൻ സംവിധാനം ഉണ്ടാകണം. അവർക്കാരുടെ മുമ്പിലും തലകുനിക്കാതെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കണം. അഭിമാനബോധമുള്ളവരായി അവരെ മാറ്റണം. അവരെ സംസ്കാര സമ്പന്നരായി ഉയർത്തിക്കൊണ്ടുവരണം. മതേതര ചിന്തയിൽ ഏറ്റവും ശക്തമായ സ്വാധീനം, മതേതര ചിന്ത അവരിൽ ആ സ്വാധീനം, അതിന്റെ സ്വാധീനം ഉണ്ടാക്കണം. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ സ്റ്റുഡന്റ് പോലീസിന്റെയൊക്കെ SPCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഇതൊക്കെ തന്നെയാണ്. നല്ല ഉയർന്ന സാമൂഹ്യബോധമുള്ള, നീതിബോധമുള്ള ഒരു സമൂഹത്തെ, ഒരു തലമുറയെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ, അനീതിയെ ചോദ്യം ചെയ്യാൻ കരുത്തുള്ള ഒരു തലമുറയെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു സേനയെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് നാഷണൽ പോലീസ് കമ്മീഷൻ ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കുന്ന സ്റ്റുഡന്റ് പോലീസ് സംവിധാനത്തെ സംബന്ധിച്ച് അതിന്റെ ചുമതല വഹിക്കുന്ന, അതിന്റെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന IG ശ്രീമതി സന്ധ്യ അവരാണ് നാഷണൽ പോലീസ് കമ്മീഷന്റെ ശ്രദ്ധയിൽ ഈ സംവിധാനത്തെക്കുറിച്ച് പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഇതൊരു വലിയ ചർച്ചയാവുകയും
ആ വിഭാഗത്തെ ദേശീയാടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ആലോചിക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വളരുന്ന തലമുറയിൽ, യുവാക്കളിൽ, വിദ്യാർത്ഥികളിൽ നല്ലൊരു ബോധമുണ്ടാക്കാൻ എന്താണ് സമൂഹം, ആ സമൂഹത്തിന്റെ ശരിയെന്ത് തെറ്റെന്ത്, നീതിയെന്ത് അനീതിയെന്ത്, ആരുടെ പക്ഷത്താണ് നന്മ, ആരുടെ പക്ഷത്താണ് തിന്മ തിരിച്ചറിയാനുള്ള എല്ലാ വിധത്തിലുമുള്ള ശക്തിയും ആർജിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, അതിന് നേതൃത്വം നൽകാൻ പോലീസ് സംവിധാനത്തിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മീന പീസ് കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച ജനമൈത്രി ജാഥ പുതിയ വളപ്പ് കടപ്പുറത്ത് സ്കൂളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ജനമൈത്രി സംഗമം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി അധ്യക്ഷനായിരുന്നു. എച്ച് മഞ്ജുനാഥ്, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, മുഹമ്മദ് കുഞ്ഞി, പ്രദീപൻ, റഹ്മത്ത് മജീദ്, ചന്ദ്രൻ, സുരേഷ്, ഹംസ, ബാലകൃഷ്ണ, ശശികുമാർ, റംസാൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KC വേണുഗോപാൽ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു.